എന്റെ ഗോപു, ഒരു കാര്യം സംഭവിച്ചു കേട്ടോ. മോൾക്കിപ്പോ പരീക്ഷ നടന്നുകൊണ്ടിരിക്കല്ലേ. ഒരു ദിവസം ഞാൻ എക്സാമിന് കൊണ്ടുവിടാൻ വേണ്ടി സ്കൂളിൽ പോയപ്പോഴത്തേക്കിനും കുറെ ടീച്ചേഴ്സ് ഇങ്ങനെ കൂടി നിൽക്കുക കേട്ടോ. അപ്പത്തേക്കിനും ആയ എന്തോ വെള്ളമൊക്കെ എടുത്തോണ്ട് ഓടി വരുന്നോണ്ട് അപ്പൊ ഞാൻ പോയി നോക്കുമ്പോ ഒരു കുട്ടി അന്ന് എക്സാം എഴുതാൻ വേണ്ടി പോകേണ്ടതാ, ബോർഡ് എക്സാം എഴുതേണ്ടതാ. കുട്ടി ബോധം കിട്ടു വീണു. ടെൻഷന്, ആങ്സൈറ്റി കാരണം എന്ത് ചെയ്യാനല്ലേ കുട്ടികൾക്കൊക്കെ ഇങ്ങനെ ആങ്സൈറ്റി വരാണെങ്കിൽ കുട്ടികളെ എന്തിനു പറയണു, നമുക്കില്ലേ ഈ പറയുന്ന എനിക്കുണ്ട്. അപ്പോഴാ ഞാൻ ഓർത്തത് നമുക്ക് ഈ ഒരു ആങ്സൈറ്റിയെ കുറിച്ച് എന്തുകൊണ്ട് നമുക്ക് സംസാരിച്ചുകൂടാന്ന്. വളരെ റെലവെന്റ് ടോപ്പിക്കാണ്. ആൻസൈറ്റി നീ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇതെപ്പോഴാ നമുക്ക് കാണപ്പെടുന്നതെന്ന് വെച്ചാല്, നമുക്ക് പറയാത്ത ഒരു പുതിയ സിറ്റുവേഷനിലേക്ക്, ഒരു പുതിയ പ്ലേസിലേക്ക് നമ്മൾ പോകുമ്പം ആക്ച്വലി നമ്മളെ ബ്രെയിൻ നമുക്ക് തരുന്ന ഒരു സിഗ്നൽ പോലെയാണ് ഈ ആങ്സൈറ്റി പറഞ്ഞ ഫീലിംഗ്. കുറച്ചും കൂടി അലേർട്ട് ആവാൻ, കുറച്ചും കൂടി പ്രിപ്പയർഡ് ആവാൻ, എന്തെങ്കിലും ഒരു ഡേഞ്ചർ വരാം എന്നൊക്കെയുള്ള അങ്ങനത്തെ ഒരു ടൈപ്പ് റെസ്പോൺസാ ശരിക്കും ആങ്സൈറ്റി. അതുകൊണ്ട് അത് കുറേ ട്രേറ്റ്സ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഞാൻ അതിനെ പറ്റി ആലോചിച്ചുകൊണ്ടിരുന്നപ്പോ ഇല്ലേ, ഈ നമ്മൾ എല്ലാ ഇമോഷൻസിനും ഒരു പോസിറ്റീവ് സൈഡും ഒരു നെഗറ്റീവ് സൈഡും ഉള്ളതല്ല. ആൻസൈറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ എപ്പോഴും നെഗറ്റീവ് ഒരു ഇതിലാണല്ലോ കാണുന്നത്. പക്ഷെ ആക്ച്വലി ആൻസൈറ്റി നമ്മൾ മര്യാദയ്ക്ക് മനസ്സിലാക്കിയ അതിന് കുറച്ച് പോസിറ്റീവ് ട്രേറ്റ്സും ഉണ്ട്. നീ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് കുറച്ചും കൂടി പ്രിപ്പയർഡ് ആയിട്ട്, നമ്മളെ കുറച്ച് കോഷ്യസ് ആയിട്ട് നമുക്ക് ഒരു സന്ദർഭം വരുന്ന ഒരു സാധനത്തിനെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി ഇത് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ നമ്മൾ വളരെ കുഞ്ഞു കുഞ്ഞു അറ്റൻഷൻ ടു ഡീറ്റെയിൽ എന്നൊക്കെ പറയില്ലേ, അത് ഈ ആങ്സൈറ്റി ഉള്ളവർക്ക് മര്യാദയ്ക്ക് മനസ്സിലായി കഴിഞ്ഞു കഴിഞ്ഞാൽ അതങ്ങനെ ചെയ്യാൻ പറ്റും. ബിക്കോസ് ആ ആങ്സൈറ്റി മാറ്റാൻ വേണ്ടി. അതുപോലെ നമ്മൾ കുറച്ചും കൂടെ നന്നായിട്ട് പ്രിപ്പയർഡ് ആവും. എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഓക്കെ, ഞാൻ ഇതില്ലെങ്കിൽ എനിക്ക് എന്തൊക്കെ റിസ്ക് വരും എന്ന് മനസ്സിലാകുമ്പം നമ്മൾ അതിൽ കൂടുതൽ പ്രിപ്പയർഡ്നെസ് വരുത്തും. അപ്പം ഇതൊക്കെ അതിന്റെ ഒരു പോസിറ്റീവ് സൈഡാണ്, ദോ നെഗറ്റീവ് സൈഡ്സാ കൂടുതലെങ്കിൽ. നെഗറ്റീവ് സൈഡ്സിലെ ഏറ്റവും പ്രശ്നം എന്താ അറിയോ? ഓവർ തിങ്കിങ്. ഈ പറഞ്ഞ പോലെ അറിയാത്തത് കൊണ്ട് ഓവർ തിങ്കിങ്. ഓവർ തിങ്കിങ് നമുക്കറിയാലോ പിന്നെ കൊണ്ടുപോകുന്ന എക്സോസ്റ്റഡിലേക്കാ. ആകെ ക്ഷീണിക്കും. ക്ഷീണിച്ച് കഴിയുമ്പോഴേക്ക് എന്താ നമ്മുടെ ഫോക്കസ് പോവും. ആദ്യം ഉറക്കമേ പോവും. കുറേ ആൾക്കാർക്ക് അപ്പത്തെ ഇറിറ്റേഷൻ മാത്രമല്ല, ഉറക്കമേ പോവും. ഉറക്കം പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു അതിലൊരു പ്രൊഡക്ടിവിറ്റി ഉണ്ടാവില്ല. അല്ലേ? അങ്ങനെ ആവുമ്പോ എന്ത് പറ്റും വെച്ചാൽ നമ്മൾ പതുക്കെ പതുക്കെ നമ്മൾ ഓപ്പർച്യൂണിറ്റീസ് വരുന്നതൊക്കെ എടുക്കാതെയാവും. സിറ്റുവേഷൻസിനെ അവോയ്ഡ് ചെയ്തു തുടങ്ങും. അങ്ങനെ എന്താ പറ്റുക, നെക്സ്റ്റ് ലെവലിലേക്ക് പോകെ പോകെ നമുക്കൊന്നും ഒന്നും മുന്നെടുത്ത് ചെയ്യാൻ പറ്റില്ല. ഭയങ്കര ആങ്ഷ്യസ് ആയി മാറും ആൾക്കാര്. ഈ ആങ്സൈറ്റി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഡെയിലി ലൈഫിൽ പല പല തരത്തിലാ. എപ്പോഴും ഒരു വാട്ട് ഇഫ് ക്വസ്റ്റ്യനാണ് നമ്മളുടെ കയ്യിൽ. അയ്യോ, വാട്ട് ഇഫ് ഇത് ഇങ്ങനെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ, വാട്ട് ഇഫ് ഇത് അങ്ങനെ പോയി കഴിഞ്ഞാൽ. അതോ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊന്നുമല്ല, വേഴ്സ്റ്റ് കേസ് സിനാരിയോ ആണ് നമ്മൾ ആലോചിക്കുന്നത്. അപ്പം ഇങ്ങനെ വരുമ്പോൾ നീ പറയുന്നത് പോലെ തന്നെ ഉറക്കമില്ലായ്മ, റെസ്റ്റ്ലെസ്നെസ്, അതുപോലെ ഭയങ്കര സ്ട്രെസ്സ്. ഇതുകൊണ്ട് എന്താന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രൊഡക്ടിവിറ്റി അങ്ങനെ താഴെ, നമുക്കൊരു കഴിവുള്ളത് പോലും നമുക്ക് ഈ ആങ്സൈറ്റി കാരണം കാണിക്കാൻ പറ്റില്ല. അപ്പം ഇങ്ങനെയൊക്കെയാണ് എല്ലാ ദിവസവും അല്ല, നമുക്ക് ഒരു ഡേ ടു ഡേ ലൈഫില് നമ്മളുടെ ജീവിതത്തിൽ ആങ്സൈറ്റി വരുന്നത്. അതെ. എല്ലാ ആളുകൾക്കും ഒരു ആങ്സൈറ്റി ഫീലിംഗ്, ആങ്ഷ്യസ് ആവുന്ന ഫീലിംഗ് ഉണ്ടാവും. പക്ഷെ ഡീപ്പർ റീസൺസ് നോക്കി പോകുമ്പം ചില ആൾക്കാർ ഫെയിലിയർ എന്താ അറിഞ്ഞിട്ടേ ഉണ്ടാവില്ലേ? അവർക്കും ആങ്സൈറ്റി കുറച്ച് കൂടുതലാ. കാരണം പുതിയൊരു കാര്യം. അതേപോലെ ചിലവർക്ക് എന്ത് പറ്റുമെന്ന് വെച്ചാൽ ഓൾറെഡി 1, 2 ഫെയിലിയേഴ്സ് സംഭവിച്ചിട്ടുണ്ടാവും. അവർക്കും ആങ്സൈറ്റി കുറച്ച് കൂടും. എന്താ കാരണം വെച്ചാൽ ഇനി എന്താവും? എനിക്കറിയില്ലല്ലോ. അൺസർട്ടനിറ്റി വീണ്ടും കൂടിക്കൂടി വരികയാണ്. അതേപോലെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ അതോടുകൂടി ഇവരുടെ ഇൻസെക്യൂരിറ്റിയാണ്. ഞാൻ ചെയ്താൽ ശരിയാവില്ലേ? എനിക്ക് ഓൾറെഡി തെറ്റിയതല്ലേ? പിന്നെ തെറ്റിതുവരെ പറ്റാത്തവർക്ക് എനിക്കിതുവരെ തെറ്റ് പറ്റിയിട്ടില്ലയോ? ഞാൻ പെർഫെക്റ്റ് അല്ലായിരുന്നോ? അപ്പൊ ഇങ്ങനെ ഓരോ പ്രശ്നങ്ങള് ഈ ആങ്ഷ്യസ് ആവുന്നത് കൊണ്ട് മാത്രം ഡീപ്പായിട്ട് പോവാണ്. ഉം. അപ്പൊ നമുക്ക് ഈ ആങ്സൈറ്റി എങ്ങനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞാൽ, നമ്മൾ എപ്പോഴും പറയുന്ന പോലെ ഒരു പോസ് എടുക്കുക. ബ്രീത്തിങ് ടെക്നിക്സ് ഇതിനെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യം, മെഡിറ്റേഷൻ അല്ല. നമുക്ക് ഭയങ്കര ആങ്സൈറ്റി വരുമ്പോൾ നമുക്ക് തന്നെ അറിയാലോ, നമ്മളുടെ ഒരു ഹാർട്ട് ബീറ്റും എല്ലാം ഭയങ്കര റേസ് ആയിട്ട് വരുമ്പോഴത്തേക്കിനും നമ്മളൊന്ന് മെഡിറ്റേറ്റ് ചെയ്യോ അല്ലെങ്കിൽ ബ്രീത്തിങ് ടെക്നിക്സ് ചെയ്യോ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ആങ്സൈറ്റിയെ കുറച്ചൊന്ന് കുറയ്ക്കാൻ പറ്റും. അതുപോലെ നീ പറയുന്ന പോലെ ഈ പെർഫെക്റ്റ് ആവേണ്ട ആവശ്യമില്ല. നമ്മൾ ആരും പെർഫെക്റ്റ് അല്ല. അപ്പം നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ നമ്മൾ പ്രസന്റ് ചെയ്യാൻ വേണ്ടി നോക്കുക. ആ പെർഫെക്റ്റ് ആവണം എന്നുള്ളൊരു ചിന്താഗതി മാറ്റിയാൽ തന്നെ കുറെ ആങ്സൈറ്റി കുറയും. അതുപോലെ നല്ലൊരു ഫ്രണ്ട് ഉണ്ടെങ്കിൽ എന്ന് പറഞ്ഞാൽ, നമുക്ക് ട്രസ്റ്റ് ചെയ്ത് നമുക്ക് സംസാരിക്കാൻ പറ്റുന്ന ഒരു ഫ്രണ്ട് ഉണ്ടെങ്കിൽ, നമുക്കിങ്ങനെ ആങ്ഷ്യസ് ആണ് എന്നൊക്കെ പറയുമ്പം ആ ഫ്രണ്ട് നമുക്ക് കുറെ ടിപ്സ് തരും. നോ, യു ആർ ലൈക്ക് ദിസ്, യു ക്യാൻ ഡു ഇറ്റ് എന്നൊക്കെ പറയുമ്പോഴത്തേക്കിനും നമുക്ക് ആ ആങ്സൈറ്റിയെ കുറച്ച് കുറയ്ക്കാൻ പറ്റും. അതുപോലെ എന്ത് എന്ത് തന്നെ തെറ്റാവാനാണ്, ഒരു മിസ്റ്റേക്ക് ഉണ്ടാക്കാത്ത ആൾക്കാരില്ലല്ലോ.
അപ്പം ഫെയിലിയേഴ്സ് എല്ലാവരുടെയും ജീവിതത്തിൽ പാർട്ട് ആൻഡ് പാർസൽ ഓഫ് ലൈഫ്. നമ്മൾ അതിൽ നിന്നാണ് കുറെ കാര്യങ്ങൾ പഠിക്കുന്നതും. അപ്പം അങ്ങനെയൊക്കെ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ആങ്സൈറ്റിയെ കുറച്ചും കൂടി നന്നായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ഒന്നും കൂടി പ്രിപ്പയർഡ് ആയിട്ട് ഓരോ ദിവസത്തിനെയും അപ്രോച്ച് ചെയ്യുക, കുറച്ചും കൂടി പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് കാണിക്കുക. എന്തൊക്കെയാ വെച്ചാൽ ആങ്സൈറ്റി ശരിക്കും പറഞ്ഞാൽ കില്ല് ചെയ്യുക ചെയ്യുന്നത്. എല്ലാ ത്രില്ലിനെയും എല്ലാ ഫണ്ടിനെയും നശിപ്പിക്കുന്ന ഒരു കാര്യമാണ് ആങ്സൈറ്റി. എല്ലാവർക്കും വരും, പക്ഷെ അതിന് കുറച്ചും കൂടി ഒന്ന് ഹാൻഡിൽ ചെയ്ത് പോയാൽ രക്ഷപ്പെടും. ആ. അപ്പൊ ലെറ്റ് us count all our blessings and keep watching Echoes of Her with Ren and Go.